ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ഞാൻ ആശ വിനീഷ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ പലരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, PSCയിലേക്ക് ജോലിക്ക് കയറണം. എന്തുകൊണ്ടാണ് PSC ഒരു ജോലി ആഗ്രഹിക്കുന്നത്? കാരണം ഒന്നാമത്തെ കാരണം സേഫ് ആയിട്ടൊരു ജോലി എന്നുള്ളതാണ്. നമ്മുടെ കുടുംബത്തോടൊപ്പമൊക്കെ നമുക്ക് ലീവുകളൊക്കെ കിട്ടി അല്ലേ, എല്ലാ മാസവും നമുക്കൊരു വരുമാനം ലഭിക്കും എന്നൊക്കെയുള്ള അങ്ങനെ ഒരു അറിവ് നമുക്കുണ്ട്. ഇത് നമ്മൾ പ്രൈവറ്റ് സെക്ടറിലേക്കൊക്കെ ഇടയ്ക്ക് പോയിട്ട് വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ നമുക്ക് അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ മനസ്സിലാക്കും, അല്ല എനിക്ക് ഗവൺമെൻറ് സർവീസ് മതി. ഇനി ഫാമിലി ആയിട്ടൊക്കെ ഉള്ള ലേഡീസ് ആണെങ്കിൽ കൂടുതൽ പ്രിഫർ ചെയ്യും നമ്മുടെ ഗവൺമെൻറ് ജോലി. പക്ഷെ പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ഗവൺമെൻറ് ജോലി എനിക്ക് വിധിച്ചിട്ടില്ല, ഞാൻ പല പ്രാവശ്യമായിട്ട് PSC എഴുതുന്നു, പക്ഷേ എനിക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ പുതിയൊരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഞാൻ അറിയുന്നില്ല. ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അങ്ങനെയുള്ളവരോട് എനിക്ക് ആദ്യമേ പറയാനുള്ളത്, PSC എന്ന് പറയുന്നതിലാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾ ആദ്യം ഇതിൽ കൺസിസ്റ്റൻ്റ് ആകുക. അതായത് ഇതിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ അറിയുകയും ഇതിനു വേണ്ടി കുറച്ച് നാൾ നമ്മളൊന്ന് മെനക്കെടാൻ തയ്യാറാകുകയും ചെയ്യുക. ആ മെനക്കെടുക എന്ന് പറയുന്നത് വെറുതെ ആകരുത്. അതായത് ഏതെങ്കിലും ഒരു ഫ്രീ ടൈമിൽ നോക്കാനുള്ളതല്ല PSC എക്സാം. അതൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് അതിൽ കുറച്ച് സമയവും പണവും ഒക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യാൻ വില്ലിങ് ആവണം. എങ്കിലാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. നമ്മൾ വല്ലപ്പോഴും പോയി ഒരു PSC എക്സാം എഴുതുന്നു, അല്ലെങ്കിൽ വല്ലപ്പോഴും ഒരു കോച്ചിങ്ങിന് പോകുന്നു എന്നിരുന്നാൽ നമുക്കൊരു PSC എക്സാം കിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുക. കാരണം ഇതൊരു കോമ്പറ്റിറ്റീവ് എക്സാമാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഒരുപാട് പേര്, ലക്ഷങ്ങൾ എഴുതുന്ന ഒരു എക്സാമിലേക്ക് നമ്മൾ എത്തപ്പെടണമെങ്കിൽ നമ്മളുടെ പ്രയത്നം സത്യസന്ധമാകണം. ഇന്ന് ഞാനിവിടെ എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ഈ അടുത്ത വരുന്ന ഏതൊക്കെ നോട്ടിഫിക്കേഷൻസ്, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആദ്യം ഇത് അറിയണം. പുതിയതായി വിളിക്കാൻ പോകുന്ന PSC എക്സാംസ് അടുത്ത 2 വർഷത്തിനുള്ളിൽ നമുക്ക് എങ്ങനെ സർവീസിലേക്ക് കയറാം. അങ്ങനെ കയറണമെങ്കിൽ നമ്മൾ എക്സാം എഴുതണം, അത് ക്ലിയർ ചെയ്യണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം എക്സാം ഏതൊക്കെയാണ് നടക്കുന്നത് എന്ന് പറഞ്ഞു തരികയാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. എൻ്റെ പേര് ആശ ബിനീഷ്. കഴിഞ്ഞ 15ലധികം വർഷമായിട്ട് PSC അധ്യാപന മേഖലയിൽ ഞാൻ സജീവമായിട്ടുണ്ട്. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കുറച്ചധികം ടിപ്സുകളും ഒക്കെ പറഞ്ഞു തരുന്നുണ്ട്. പ്രധാനമായും 10ാം ക്ലാസ് ലെവലിൽ, 12ാം ക്ലാസ് ലെവലിൽ പുതുതായി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷനാണ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, ഡിഗ്രി ലെവലുമായി ബേസ് ചെയ്ത ഒരു വീഡിയോ ഞങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഞാനതിവിടെ ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം. ആ വീഡിയോ മസ്റ്റായിട്ട് കാണുക. പുതുതായി വരുന്ന ഡിഗ്രി തലത്തിലെ നോട്ടിഫിക്കേഷൻസ് ആണ് ഞാനത് പറയുന്നത്. ഓക്കെ, ഇനി നോക്കിക്കോളൂ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാം അല്ലേ. ഈ ഒരു എക്സാം വളരെ ഫേമസ് ആണ്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാം എന്ന് പറയുന്നത് റവന്യൂ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്ന എക്സാം ആണിത്. റവന്യൂ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഈ എക്സാം നടത്തപ്പെടുന്നത് ഓരോ ഡിസ്ട്രിക്റ്റ് വൈസ് ആയിരിക്കും നടത്തപ്പെടുന്നത്. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നും ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഇത് അപേക്ഷ ക്ഷണിക്കാറുണ്ട്. ഇതിൽ ഓരോ ജില്ലയിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജില്ലയിലേക്ക് അപേക്ഷിക്കാം. നിങ്ങൾ ഇതിന്റെ സ്കെയിൽ ഓഫ് പേ നോക്കുക. 17,000 തൊട്ട് 37,500 രൂപ വരെയാണ് ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങളുടെ ജില്ലയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. 18നും 36നും ഇടയ്ക്കാണ് നിങ്ങളുടെ ഏജ് എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ മനസ്സിലാക്കുക, നിങ്ങൾക്ക് കാറ്റഗറി വൈസ് റിസർവേഷൻ അവൈലബിൾ ആണ്. OBCക്ക് 3 വർഷവും SC/STക്ക് 5 വർഷവുമാണ് കാറ്റഗറി വൈസ് റിസർവേഷൻ ഉണ്ടാകുന്നത്. 2025 ഒക്ടോബർ ഡിസംബർ മാസത്തിനുള്ളിലാണ് നമ്മൾ VFA എന്നറിയപ്പെടുന്ന ഈ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ എക്സാമിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക. എക്സ്പെക്റ്റഡ് നോട്ടിഫിക്കേഷൻ ഡേറ്റ് ആണ് 2025 ഒക്ടോബർ മാസത്തിനും ഡിസംബർ മാസത്തിനും ഇടയ്ക്കുണ്ടാകുന്നത്. ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള ആർക്കും ഇത് അപേക്ഷിക്കാൻ സാധിക്കും. ഡിഗ്രി ഹോൾഡേഴ്സിനും ഇത് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ക്ലിയർ ആണല്ലോ. അതോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ തവണകളിൽ ഈ പരീക്ഷ എങ്ങനെയായിരുന്നു, എന്തായിരുന്നു ഈ എക്സാമിൻ്റെ പ്രത്യേകതകളെന്ന് മനസ്സിലാക്കുക. കട്ട് ഓഫുകൾ ലാസ്റ്റ് എക്സാമിൻ്റെ തിരുവനന്തപുരം ജില്ലയ്ക്ക്, അതായത് ഇതിൻ്റെ മാർക്കിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ മനസ്സിലാക്കുക. ഒരു എക്സാമിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 68 തൊട്ട് ഒരു 75 റേഞ്ചുകളിലൊക്കെ വരുന്ന പരീക്ഷാ മാർക്കുകളാണ്
കൂടുതൽ മാർക്കുകളും ആ റേഞ്ചിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ 20 മാർക്ക് പഠിച്ചു കഴിഞ്ഞാൽ പരീക്ഷയിൽ കിട്ടും, അല്ലെങ്കിൽ 50 മാർക്ക് ഉണ്ടായിരുന്നു എനിക്ക് കിട്ടും എന്നൊന്നും വിചാരിക്കേണ്ട. കട്ട് ഓഫിനുള്ളിൽ കടന്നാലും ജോലി കിട്ടത്തില്ല. കട്ട് ഓഫിനുള്ളിലെ ഏറ്റവും മികച്ച മാർക്കുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ജോലി ലഭിക്കുക. അതുകൊണ്ട് തന്നെ ഈ റേഞ്ചിലേക്ക് നിങ്ങൾ ഓടി അടുക്കണം. അതാണ് നിങ്ങളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. നോക്കിക്കോളൂ, 74 മാർക്കായിരുന്നു തിരുവനന്തപുരം ജില്ലയിൽ. അത് കൊല്ലത്തെത്തിയപ്പോഴും 74 മാർക്കാണ്. പത്തനംതിട്ട ജില്ലയ്ക്ക് 70.76, കോട്ടയം ജില്ലയ്ക്ക് 71.33, ആലപ്പുഴയ്ക്ക് 70.67 മാർക്കുമായിരുന്നു. ഇടുക്കിക്ക് 68, EKMന് 72, തൃശ്ശൂരിന് 72.67, പാലക്കാടിന് 71, കോഴിക്കോട് 74 മാർക്കും, മലപ്പുറം ജില്ലയ്ക്ക് 72 മാർക്കും, കണ്ണൂരിന് 74, കാസർഗോഡിന് 67, വയനാടിന് 69.33 മാർക്കുമായിരുന്നു. ഞാൻ പറഞ്ഞ മാർക്കുകളുടെ റേഞ്ചുകൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. എന്താണ് പരീക്ഷ എന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ. അത് വലിയ പ്രയാസമുള്ള പരീക്ഷയൊന്നും ആയിരിക്കില്ല പരീക്ഷ. പക്ഷെ ആ മാർക്കിലേക്ക് എത്തപ്പെടണമെങ്കിൽ നെഗറ്റീവ് കുറച്ച് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ഇതിൻ്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു വെച്ച് നിങ്ങൾ തനിയെ ഇങ്ങനെ നോക്കുവാണെങ്കിൽ നിങ്ങൾ വിചാരിക്കും, അയ്യോ ഇതൊക്കെയുള്ളൂ PSC, എനിക്ക് എഴുതി കിട്ടാവുന്നതേ ഉള്ളല്ലോ, എന്ത് CC ക്വസ്റ്റ്യൻ ആണ്. നോക്കുമ്പോൾ നമുക്കത് തോന്നും. ഇനിയും അതേ നിങ്ങൾ തന്നെ ആ പരീക്ഷാ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു വെച്ചിട്ട് ഒരു 1.25 മണിക്കൂർ കൊടുത്തിട്ട് ഒരു OMRൽ എഴുതുമ്പോൾ നിങ്ങൾ നെഗറ്റീവുകളൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ മാർക്ക് റേഞ്ച് വരുന്നത് ചിലപ്പോൾ എന്തായിരിക്കും, നന്നായി പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി ആണെങ്കിൽ പോലും, നേരത്തെ നന്നായി പഠിച്ചുകൊണ്ട് പിന്നീട് ഇപ്പം PSC ഒന്നും പഠിക്കാത്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഒരു 40 മാർക്ക് റേഞ്ച് മാത്രമായിരിക്കും കിട്ടാൻ പോകുന്നത്. അപ്പം നിങ്ങൾ നിൽക്കുന്നത് ആ റേഞ്ചിലേ നിൽക്കത്തുള്ളൂ. ഇടയ്ക്കത്തെ തൊഴിൽ വാർത്തയോ അല്ലെങ്കിൽ യൂട്യൂബോ കണ്ടോ ഒരിക്കലും നിങ്ങളുടെ മാർക്കുകൾ എന്താവത്തില്ല, ഈ 40 അല്ലെങ്കിൽ 50 റേഞ്ചിൽ നിന്ന് മുകളിലേക്ക് പോകത്തില്ല. അവിടെ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് സ്ട്രാറ്റജിയുണ്ട്. നമ്മുടെ റേഞ്ചിനെ ആദ്യം മനസ്സിലാക്കുക. അവിടെ നിന്നും ഗ്രാജ്വലി, അതായത് ഒരു 6 മന്ത്സ് നമ്മൾ ഇൻപുട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ റേഞ്ചുകളും പഠിച്ചെഴി വരുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിയും ആദ്യം ഫ്രഷറായിട്ട് ഇപ്പോൾ നമ്മുടെ അടുത്ത് പഠിക്കാൻ വരുന്ന, ഞാൻ പറഞ്ഞില്ല 15-ലധികം വർഷമായി ഞാൻ ഈ ഒരു ഫീൽഡിലുണ്ട്, അവിടെ വരുന്ന ഉദ്യോഗാർത്ഥി വരുന്നത് എപ്പോഴും ഏത് മാർക്കിലേക്കായിരിക്കും, നമ്മൾ ആദ്യം പഠിപ്പിച്ചു തുടങ്ങുന്ന ഒരു ഉദ്യോഗാർത്ഥി വരുന്നത് 6 മാസം കൊണ്ട് നമ്മുടെ ഒരു മാർക്ക് റേഞ്ച് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും 50 റേഞ്ചുകളിലേക്ക് എത്തപ്പെടത്തതേ ഉള്ളൂ. മനസ്സിലായോ? 6 മാസം കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ച 50 മാർക്കിലേക്ക് നമ്മൾ എത്തപ്പെടും. അത് നമുക്ക് ഉറപ്പുള്ള കാര്യമാണ്. അവിടെ നമ്മൾ പഠിക്കേണ്ടത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം പഠിക്കും അല്ലേ, അതോടൊപ്പം തന്നെ SCRT പഠിക്കും, കറണ്ട് അഫയേഴ്സ് ഒക്കെ ഒന്ന് വായിച്ച് ഏരിയാസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി PYQs ഒക്കെ എന്താണെന്നൊന്ന് മനസ്സിലാക്കാനൊക്കെ ഉള്ള ഒരു സമയമാണ് ഈ 6 മാസം എന്ന് പറയുന്നത്. ചരിത്രം എന്താണ്, ഹിസ്റ്ററി എന്താണ്, കേരള ചരിത്രം എവിടെ നിന്ന് തുടങ്ങുന്നു, അല്ലെങ്കിൽ എക്കണോമിക്സ്, ഇതൊക്കെ ആദ്യം വിഷയങ്ങളൊക്കെ മനസ്സിലാക്കും. 6 മാസം കഴിയുമ്പം നമുക്കിതിൻ്റെ പാറ്റേൺ മനസ്സിലാകും. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ, സ്റ്റേറ്റ്മെൻറ്റ് ബേസ് ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ വന്നാൽ എങ്ങനെ ചെയ്യും. പിന്നെ നമുക്ക് പറ്റുന്ന ഒരു ആ സമയം തൊട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അടുത്ത ഒരു 2 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒന്നും നമ്മുടെ മാർക്കുകൾ ഉണ്ടാവത്തില്ല. പക്ഷെ ആ സമയം നിങ്ങൾ ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടത്തെ PYQs, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കൃത്യമായി അനലൈസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. ആ പാറ്റേണിൽ തന്നെ ഫോക്കസ് ചെയ്യണം. ഏത് പരീക്ഷ നടത്തിയാലും അതിൻ്റെ GK ക്വസ്റ്റ്യൻസ് പഠിക്കുക, ഏത് ക്വസ്റ്റ്യൻസിൻ്റെയും മോഡൽ എക്സാം ചെയ്യാൻ വേണ്ടി വില്ലിങ് ആകുക. ഇങ്ങനെ ആകുമ്പം നിങ്ങളുടെ മാർക്ക് ഇവിടെ ചിലപ്പം ഒരാഴ്ച കൊണ്ട് ചിലപ്പോൾ ഒരു 55 മാർക്കിലേക്ക് എത്തും. ചെറിയ 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 ഇമ്പ്രൂവ്മെൻറ്റ്, അത് വലിയ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുമെന്നറിയാമോ, നിങ്ങളുടെ നെഗറ്റീവുകൾ കുറയും, നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയി തുടങ്ങും. അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കും, ഹിസ്റ്ററിയും കോൺസ്റ്റിറ്റ്യൂഷനും തമ്മിലൊരു ബന്ധമുണ്ട്. മനസ്സിലായോ? എക്കണോമിക്സ് പഠിക്കുമ്പം ഇതുമായിട്ടൊക്കെ ഒരു ബന്ധപ്പെട്ട് കറണ്ട് അഫയേഴ്സിലൂടെ പഠിക്കാൻ പറ്റും. ഈ സബ്ജക്റ്റുകൾ മറ്റേത് നിങ്ങൾക്ക് ഓരോന്നും ഐഡിയലായിട്ട് കിടക്കുക. ഇപ്പം ഭൂമിശാസ്ത്രം നിങ്ങൾ ഒരു മോഡ്യൂളായിട്ട് പഠിക്കുന്നു, അല്ലെങ്കിൽ ഹിസ്റ്ററി വേറൊരു മോഡ്യൂളായിട്ട് പഠിക്കുന്നു. ഇതിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് എലിമിനേഷൻ ടെക്നിക്കുകൾ എളുപ്പമായി തുടങ്ങും. സബ്ജക്റ്റുകളെ ഇൻ്റർലിങ്ക് ചെയ്യാൻ സാധിക്കും, മാർക്കുകളുടെ നെഗറ്റീവുകൾ കുറയ്ക്കാൻ സാധിക്കും. ഇതൊക്കെ ഈ 2-3 മാസത്തെ പ്രാക്ടീസിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന കാര്യങ്ങളാണ്. സോ ഞാൻ പറഞ്ഞു വരുന്നത്, ഫ്രഷറായി തുടങ്ങുന്ന ഒരാൾ പഠിച്ചു വരേണ്ട മേഖലകളാണ് ഞാൻ പറയുന്നത്. ആ രീതിയിൽ അങ്ങോട്ട് പഠനം തുടർന്നുകൊണ്ട് പോയാൽ വരുന്ന എക്സാംസ് ഒക്കെ എഴുതി തുടങ്ങുക. അത് കഴിഞ്ഞ ശേഷം ഈ സമയത്തൊക്കെ പരീക്ഷകൾ എഴുതണം. പരീക്ഷകൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് എന്താവും, പതുക്കെ നിങ്ങൾ റാങ്ക് ലിസ്റ്റിലേക്ക് വന്നെടുക്കും. ഇത് ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല, ഒരു ഗ്രാജുവൽ പ്രോസസ്സാണെന്നും കൺസിസ്റ്റൻസി അത്യാവശ്യമാണെന്നുമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, വീണ്ടും നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. കട്ട് ഓഫ് പറഞ്ഞു, അഡ്വൈസ് ഡീറ്റെയിൽസ്.
തിരുവനന്തപുരം ജില്ലയിൽ മാത്രം 145 അഡ്വൈസാണ് പോയിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്തോരം അഡ്വൈസാണ് പോയിരിക്കുന്നത്. കൊല്ലം ജില്ലയിൽ 90, പത്തനംതിട്ട ജില്ലയിൽ 58, ആലപ്പുഴയിൽ 67, കോട്ടയത്ത് 99, ഈ കേമിൽ 161 പേർക്ക് ജോലി കിട്ടി. തൃശ്ശൂർ 175, ഇടുക്കിയിൽ 41, പാലക്കാട് 145, മലപ്പുറത്ത് 142, കോഴിക്കോട് 77, വയനാട് 22, കണ്ണൂർ 128, കാസർഗോഡ് 54. ചെറിയ കാര്യമാണോ? നിങ്ങൾ മത്സരിക്കുന്നത് വെറും ഒരു പോസ്റ്റിന് വേണ്ടിയാണ്. കേരളത്തിൽ 10ാം ക്ലാസ് പാസ്സായ ആർക്കും ജോലി കിട്ടും. ഈ ഒരു ജോലി കിട്ടും പഠിക്കുകയാണെങ്കിൽ അത് ഒരു കുറുക്ക് വഴികളില്ല എന്ന് മനസ്സിലാക്കുക. നമ്മൾ പഠിക്കുമ്പം ബാക്കി പലതിനും നമ്മൾ പൈസ മുടക്കും, നമ്മൾ സമയം മുടക്കും. പക്ഷെ എന്തോ അത് കഴിഞ്ഞ് ഒരു ജോലി കിട്ടുന്ന കാര്യത്തിന് വേണ്ടി മാത്രം നമ്മൾ ചെയ്യത്തില്ല. അത് നമുക്കിതൊരു വാശി പോലെ, അത് നമുക്ക് സ്വാഭാവികമായും പരിണമിക്കണം എന്ന് ആഗ്രഹിക്കരുത്. അതിനു വേണ്ടി ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അവിടെ സമയവും നിങ്ങളുടെ പണവും മുടക്കണം. ക്വാളിറ്റി, നമ്മളെപ്പോഴും പറയാറുണ്ട്, നമുക്കൊരു സംഭവം വേണം, ഏറ്റവും ബെസ്റ്റ് വേണമെങ്കിൽ നമ്മൾ നന്നായി അതിനകത്ത് സമയവും പണവും മുടക്കിയാലല്ലേ നമുക്കത് കിട്ടത്തുള്ളൂ. അത് തന്നെ മനസ്സിലേക്കിടുക. അതിനെ എങ്ങനെയെങ്കിലും ചീപ്പ് മാർഗത്തിൽ മാത്രം കിട്ടുമെന്ന് വിചാരിക്കരുത്. അവിടെ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് സമയമാണ്. സത്യസന്ധത വേണം, അതിനു വേണ്ടി മെനക്കെടാൻ വില്ലിങ് ആകുക. ഓക്കെ, അടുത്ത പോസ്റ്റ് പറയാം. ബെപ്കോ LDCയെ പറ്റിയാണ്. ബെപ്കോ LDC എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ നടത്തുന്ന ആ ഒരു എക്സാമിൽ ഈയിടെ വിളിച്ചിട്ടുണ്ട്. നേരത്തെ സ്കെയിൽ ഓഫ് പേ ആയിരുന്നു ഞാൻ ഈ കാണിച്ചത്. ഏകദേശം 9,090 മുതൽ 15,780 വരെയുള്ള ഒരു പേ സ്കെയിൽ കാണിച്ചത്. എന്നാൽ ഇപ്പോൾ അതിൻ്റെ ബേസിക് പേ ഉയർന്നിട്ടുണ്ട്. 26,500 തൊട്ട് 60,700 വരെ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, 60,700 വരെ ലോവർ ഡിവിഷൻ ക്ലർക്ക് എന്ന് പറയുന്ന പോസ്റ്റിന്റെ പേ സ്കെയിലുണ്ട് അല്ലേ? അപ്പം അതൊന്ന് ആലോചിച്ച് നോക്കിക്കേ, അത്രയും 60,000 രൂപ നമുക്ക് കിട്ടും എന്ന് അന്ന് ആലോചിച്ച് നോക്കിക്കേ. അത് കിട്ടിയാലുള്ള നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ, നിങ്ങളൊരു 10ാം ക്ലാസ് യോഗ്യതയുള്ള പലരും ഉണ്ടായിരിക്കുമല്ലോ, അല്ലെങ്കിൽ ഡിഗ്രി ഉള്ള പലരും ഉണ്ടാവുമല്ലോ. എന്തുകൊണ്ടാണ് പഠിക്കാത്തത്? ടോട്ടൽ 229 അഡ്വൈസ് പോയി കഴിഞ്ഞു. അതായത് ഇത് ഡേറ്റ് ഓഫ് എക്സാം നടന്നത് 6/2/24 ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് 14/5/2025 അപ്പോൾ ഈ ലിസ്റ്റിന്റെ കാലാവധി 3 വർഷമാണ്. പക്ഷെ 3 വർഷത്തിനുള്ളിൽ അടുത്ത ലിസ്റ്റ് നിലവിൽ വരണമെങ്കിൽ അടുത്ത വർഷം എക്സാം നടക്കണം. മനസ്സിലാവുന്നുണ്ടോ? അടുത്ത വർഷം എക്സാം നടന്നെങ്കിൽ മാത്രമാണ് ഇത് സാധ്യമാവുന്നത്. അതുകൊണ്ട് മക്കളെ പഠിച്ചോളൂ ബെപ്കോയ്ക്ക് വേണ്ടി, കേട്ടോ. അടുത്തത്, ബെപ്കോ കഴിഞ്ഞു കഴിഞ്ഞാൽ കമ്പനി ബോർഡ് LGS സൂപ്പർ എക്സാം ആണ്. കാരണം നിരവധി നിയമനങ്ങൾ നടക്കുന്ന ഒരു എക്സാമാണ് LGS എക്സാം എന്ന് പറയുന്നത്. LGS എക്സാമിൽ ഏകദേശം നിങ്ങൾ അപ്ലൈ ചെയ്യണമെങ്കിൽ 10ാം ക്ലാസ് പാസ്സാവുകയും വേണ്ട, 7ാം ക്ലാസ് പാസ്സായാൽ മതി. മനസ്സിലായോ? 7ാം ക്ലാസ് പാസ്സാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ മനസ്സിലാക്കുക, സൂപ്പർ എക്സാം എന്ന് ഞാൻ പറഞ്ഞത് ഈ തവണ 2,207 പേർക്ക് നിയമനങ്ങൾ കിട്ടി. ചെറിയ കാര്യമാണോ? നമ്മളൊരു ക്യാമ്പസ് പ്ലേസ്മെൻറ്റിന് ഒരു കോളേജിൽ പഠിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഒരു ബിടെക് ഹോൾഡറാണ്, അപ്പം നമ്മുടെ ക്യാമ്പസിൽ വന്ന് ആ വർഷങ്ങളിൽ വരുന്ന നിയമനങ്ങൾ എന്ന് പറഞ്ഞാൽ കൂടി വന്നു കഴിഞ്ഞ് 30-40 നിയമനങ്ങളായിരിക്കും. ഒരു ക്യാമ്പസ് പ്ലേസ് ചെയ്യുന്ന ഒരു എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ MTech ഗ്രാജുവേറ്റ്സിനെ പ്ലേസ് ചെയ്യുന്ന അത്രയുമാണ്. പക്ഷേ ഇവിടെ നോക്കിക്കേ, എത്ര അഡ്വൈസാണ് വരുന്നത്. ആർക്കാണിത് കിട്ടുന്നത്? യഥാർത്ഥമായി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക്. അവർക്ക് ജോലി ലഭിക്കുന്നുണ്ട്. നിങ്ങൾ പലപ്പോഴും പല റീസൺസിൻ്റെയും പുറകെ പോവുകയാണ്. കുടുംബം, കുട്ടികൾ, ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷെ നമ്മുടെ സ്വപ്നത്തിലേക്ക് നമ്മൾ നടന്നടുക്കണമെങ്കിൽ, നമുക്കൊരു ജോലി വേണമെന്ന ഒരു നിശ്ചയദാർഢ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലി ലഭിക്കും. അവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ സത്യസന്ധമായി പഠിക്കാൻ. CC നിങ്ങൾക്ക് ബെസ്റ്റ് ചോയ്സ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായി നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഒരു സംഭവം, ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങളുടെ സമയം എഫിഷ്യൻസിയെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ക്ലാസ്സുകൾ കാണാൻ പറ്റും, അറിയാത്തത് ചോദിക്കാൻ പറ്റും, മികച്ച അധ്യാപകർ കൂടെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമുക്ക് CCയിലൂടെ കിട്ടും. അപ്പോൾ പഠിക്കാൻ ആഗ്രഹമുള്ളവർ ഇങ്ങു പോന്നോ, CCയിൽ ഞങ്ങൾ പഠിപ്പിച്ചു തരാം, സർക്കാർ ജോലി നേടിത്തരാം, അത് ഉറപ്പാണ്. അപ്പം നോക്കിക്കേ, 2,207 പേർക്ക് കിട്ടിയേ. അതിൻ്റെ ടോപ്പിക്കാണ് ഈ കൊടുത്തിരിക്കുന്നത്. പൊതുവിജ്ഞാനമുണ്ട്, ആനുകാലിക വിഷയമുണ്ട്, സയൻസ് ഉണ്ട്, പൊതുജനാരോഗ്യമുണ്ട്, മാത്സ് ഉണ്ട്.
പഠിക്കാൻ ജോലി വേണോ? ഇത് തൊട്ട് തുടങ്ങണം. മാത്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ആനുകാലികം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പൊതുജനാരോഗ്യം എന്ന് പറയുന്ന ടോപ്പിക് ഉണ്ട്. 40 മാർക്കാണ്. ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ് ഒക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ അടങ്ങിയത്. അതൊക്കെ സിമ്പിൾ ടോപ്പിക്കിൽ നിന്ന് തന്നെ തുടങ്ങാം. പഠിച്ചോളൂ. SCRT ഒക്കെ നന്നായി പഠിച്ചോളൂ കേട്ടോ. ഇനിയും അടുത്തത് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറാണ്. ടോട്ടൽ അഡ്വൈസ് 506 പോയ സാധനമാണ്. 506 പോയത്. 1239 പേര് മെയിൻ ലിസ്റ്റിലും 58.633 മാർക്കായിരുന്നു. അതിലെന്തുണ്ടായിരുന്നത്? നമ്മുടെ മാർക്ക് ഉണ്ടായിരുന്നത്. മനസ്സിലായോ? ന്യൂ ലിസ്റ്റ് 2027 6/2/2024 നമ്മുടെ പഴയ ലിസ്റ്റ് വന്നത്. പുതിയ ലിസ്റ്റ് 2027 നിലവിൽ വരണം. അപ്പം നമുക്ക് എന്താ മനസ്സിലാവേണ്ടത്? നമ്മുടെ പഠനം തുടങ്ങേണ്ടത് ഈ പരീക്ഷയ്ക്ക് വേണ്ടി ഇതാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ പ്രിസൺ ഓഫീസറാണ്. നമുക്ക് യൂണിഫോമിലേക്കൊക്കെ മാറാൻ പറ്റുന്നതാണ്. ഈ 2025 എൻഡിൽ പരീക്ഷ വിളിക്കുന്നതാണ്. 10ാം ക്ലാസ് യോഗ്യത മതി. അതിലൊരു ഹൈറ്റ് ഉണ്ട്, 165 സെന്റിമീറ്റർ ഹൈറ്റ് പറയുന്നുണ്ട്. ഓക്കെ, അത് മാത്രമാണ് അവിടെ വരുന്നത്. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണ്. പഠിച്ചു തുടങ്ങേണ്ട സമയം ഇപ്പോഴാണ്. നന്നായി പഠിക്കുക. അടുത്തത് അതിന്റെ മാർക്കാണ്. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഞാൻ മുമ്പ് പറഞ്ഞതിന്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണിത്. അവിടെ നിങ്ങളുടെ മാത്സ് വരുന്നുണ്ട്, ഇവിടെ ഇംഗ്ലീഷ് കയറുന്നുണ്ട്, മലയാളം കയറുന്നുണ്ട്, പിന്നെ ഇവിടെ ഒരു സ്പെഷ്യൽ ടോപ്പിക്ക് വരുന്നുണ്ട്. മനസ്സിലായോ? അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ തൊട്ടൊക്കെ ഉള്ളതിന് എല്ലാം സ്പെഷ്യൽ ടോപ്പിക്കുകളുണ്ട്. അതൊരു 20 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക് ആയിരിക്കും. അത് നമുക്ക് വലിയ പ്രയാസമുള്ള ടോപ്പിക് ഒന്നുമല്ല. അറിയാവുന്ന അധ്യാപകർ പഠിച്ചു കഴിഞ്ഞത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും. ഓക്കെ, ഇനിയും അടുത്ത നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏതാണ്? ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ആണ്. ഇപ്പോൾ വിളിച്ചിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ആണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറയുന്നത്. കാറ്റഗറി നമ്പർ 211/2025. ലാസ്റ്റ് ഡേറ്റ് 3/9/2025 ആണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ വിളിച്ചിരിക്കുന്നത്. 27,900 രൂപ തൊട്ട് 63,700 രൂപ വരെയാണ് ഒരു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ പേ സ്കെയിൽ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അത് ഇപ്പോഴാണ് വിളിച്ചിരിക്കുന്നത്. ജില്ലാ വൈസ് എക്സാം ആണ്. അപ്ലൈ ചെയ്യുക. ഇതിൽ ലേഡീസിനും പുരുഷന്മാർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഈ എക്സാം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിന്റെ കട്ട് ഓഫുകൾ ഞാനൊന്ന് പറയാം. അപ്പൊ കഴിഞ്ഞ തവണത്തെ എക്സാംസിന്റെ ലിസ്റ്റും കട്ട് ഓഫുകളും അതിൽ എത്ര പേരുണ്ടായിരുന്നു നോക്കാം. ഏകദേശം മാർക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും 64, 65, 63, 64 ഏകദേശം ആ മാർക്കുകളാണ്. ഒരു 60 റേഞ്ചിലാണ് മാർക്കുകൾ വന്നിരിക്കുന്നത്. അതിൽ ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഞാൻ ആ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ മാത്രമാണൊന്ന് തിരിഞ്ഞു പോയേക്കുന്നത്. 130 പേര് കോട്ടയത്തുണ്ടായിരുന്നു. ബാക്കി നോക്കിക്കോളൂ. 150 തിരുവനന്തപുരം, കൊല്ലത്ത് 146, പത്തനംതിട്ട 261, കോട്ടയം 130, ഇടുക്കി 260, ഇക്കയം 298, തൃശ്ശൂർ 126, പാലക്കാട് 359, കോഴിക്കോട് 150, മലപ്പുറത്ത് 117, കണ്ണൂർ 126, കാസർഗോഡ് 74, വയനാട് 257. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറാണ്. നമുക്കറിയാം വനം ഉള്ളിടത്തൊക്കെ കുറച്ചും കൂടെ പരിഗണനയൊക്കെ എല്ലാവരും വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നോക്കിക്കേ, ഇതാണ് ഈ ഒരു എക്സാമിൻ്റെ ഡീറ്റെയിൽസ്. ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇതിനും ഞാൻ പറഞ്ഞ അതേ സിലബസിൽ തന്നെ നമ്മൾ പഠിച്ചാൽ മതി. പക്ഷേ ഇവിടെയും എന്തുണ്ട്? ജോലിയുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്. 20 മാർക്കാണ് സ്പെഷ്യൽ ടോപ്പിക് ഉള്ളത്. അപ്പോൾ ഞാൻ ഇപ്പോഴും പറയുന്നത്, നിങ്ങൾ ഓരോരുത്തരും പുതിയ വേക്കൻസികൾ അറിയുകയും അത് പഠിക്കാൻ തുടങ്ങുകയും ചെയ്യുക. ഒരുപാട് സ്ത്രീകൾ വീട്ടിൽ ഇരുന്നു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ജോലിയിലേക്ക് വരണം എന്ന് ആഗ്രഹമുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, മറ്റാരും നിങ്ങളെ പുഷ് ചെയ്യാനുണ്ടാവില്ല. നിങ്ങൾ സ്വയം പഠിക്കാൻ വില്ലിങ് ആകുക. നിങ്ങളിപ്പോൾ ഈ പറയുന്ന നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഈ വീഡിയോസ് കാണുന്ന ഒരുപാട് പേർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. അതിനൊക്കെ ഒരു മാറ്റം വേണമെങ്കിൽ നിങ്ങൾ മുന്നിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. മുന്നിലോട്ട് ധൈര്യപൂർവ്വം ഇറങ്ങിക്കോ മക്കളെ. CC നിങ്ങളെ സഹായിക്കാനുണ്ട്. അപ്പം വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ PSC എന്ന സ്വപ്നത്തിലേക്ക് VFA, ബെപ്കോ, കമ്പനി ബോർഡ്, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഇവയൊക്കെ നിങ്ങൾക്ക് ലഭിക്കണോ? CCയുടെ അടിപൊളി ക്ലാസ്സുകളുണ്ട്. ഏത് എക്സാമിനും നമുക്ക് കൃത്യമായ പരിഗണനയുള്ള നമ്മുടെ ലിസ്റ്റുകളിൽ വന്ന അധ്യാപകരുള്ള ഒരുപാട് മികച്ച 1400ഓളം അധ്യാപകർ ഞങ്ങളെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് മികച്ച അധ്യാപകരുടെ ഒരു കൂട്ടായ്മയാണ് CC. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഠിക്കാം, സർവീസിലേക്ക് എത്താം CCയോടൊപ്പം. പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റുകൾ ചെയ്യുക.
വീഡിയോസിൽ മറക്കാതെ അഭിപ്രായം രേഖപ്പെടുത്താം. താങ്ക് യു സോ മച്ച്.